അടുത്തത് മിഥുനക്കൂറാണ്. ജമിനി എന്നാണ് പറയുക. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ലഗ്നപതിയായിട്ടുള്ള ബുധൻ നീചത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് പല ആശയക്കുഴപ്പങ്ങളും ഒക്കെ അവരുടെ ജോലിയിലോ പ്രൊഫഷനിലോ ഒക്കെ വരാം. അതായത് കർമ്മസംബന്ധമായിട്ട് അവർക്കത്ര അനുകൂലമല്ല. പല തരത്തിലുള്ള പരാജയഭീതികൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. അത് വളരെ സൂക്ഷിച്ച് വേണം ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഫർദർ മുന്നോട്ട് പോകുന്നതും ഒക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കർമ്മപരമായിട്ടുള്ള ചില പരാജയങ്ങൾ ഇവരെ പ്രതീക്ഷിക്കുന്നുണ്ട്. വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിലും ചിലവിനനുസരിച്ചുള്ള വരുമാനം കുറഞ്ഞ് വരുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂടും, സ്ട്രെസ്സ് കൂടുതലുണ്ടാവും. ആയതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ വരാം. അതുകൊണ്ട് പ്രൊഫഷണൽ പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അതോടൊപ്പം തന്നെ ഇതുകൊണ്ടുണ്ടാകാവുന്ന മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളും ചില രോഗ ആശങ്കകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാന്തരീക്ഷവും അത്ര അനുകൂലമല്ല. ആശയവിനിമയം വേണ്ടത്ര ഉണ്ടാകാതെ വരുന്നതിനാൽ ചില തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകാവുന്നതാണ്. വാക്കുകൊണ്ടുണ്ടാകുന്ന ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും. മക്കളും ഭാര്യ അച്ഛനമ്മമാർ ഇവരുമായിട്ട് വൈരുദ്ധ്യങ്ങൾ, അതുകൊണ്ട് ഉണ്ടാകുന്ന ചില വൈരുദ്ധ്യങ്ങളൊക്കെ കുടുംബാന്തരീക്ഷത്തിലുണ്ടാകും. ഇവർക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഇതൊക്കെ പുതിയ നല്ല ഫലങ്ങൾ ഉണ്ടാക്കാനും ഇങ്ങനെ ഉണ്ടാകുന്ന ചില ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും നല്ലതാണ്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ സമർപ്പിക്കുന്നത് കൂടുതൽ നല്ലതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണഫലം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അഥവാ ദോഷങ്ങളെ അത് കുറയ്ക്കുന്നതാണ്.